ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചൈനീസ് ബാൾസം നടുന്ന വിധവും അതിൻ്റെ ഫുൾ കെയറിങ്ങും ഒക്കെയാണ്. എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് കൂടി തരണേ. ഞാനിപ്പോൾ കുറേ നാളുകൊണ്ട് ചൈനീസ് ബാൾസം എവിടെ കിട്ടിയാലും കൊണ്ടുവന്ന് നട്ട് വളർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുൾ കെയറിങ്ങും കാര്യങ്ങളും, ഇതിൽ പൂക്കൾ വരാൻ എന്താണ് ചെയ്യേണ്ടത്, ഇതെവിടെ വെച്ചാൽ നന്നായിട്ട് പൂവിടും, ഇതിൻ്റെ ഫുൾ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എളുപ്പത്തിൽ പൂക്കളുണ്ടാകുന്ന ഒരു ചെടി ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു ചൈനീസ് ബാൾസം ആയിരിക്കും. എന്നാൽ ഇത് ആരെയും ആകർഷിക്കുന്നൊരു പൂക്കളുമാണ്. ഈ ചെടിക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ ഇതിൻ്റെ തണ്ടുകളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, 1.5 മാസം വളർച്ചയെത്തിയ ചൈനീസ് ബാൾസം ആണിത്. ഞാൻ നട്ടിട്ട് 1.5 മാസം ആയപ്പോഴത്തേക്കിന് നന്നായിട്ട് വളർന്നു വന്ന് അതിൽ നിറയെ പൂക്കളും മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഇതിൽ പൂക്കളൊക്കെ വരണമെങ്കിൽ തന്നെ ഇതിനെ ഞാൻ അതുപോലെ തന്നെ നന്നായി കെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലൊരു പൂവെങ്കിലും ഉണ്ടായി കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ചപ്പോഴത്തേക്കിനും നിറയെ പൂക്കളൊക്കെ ആയി. ഇതിപ്പോൾ തറയിൽ നട്ടാൽ പോലും നന്നായിട്ട് പൂക്കുന്നൊരു പ്ലാന്റാണ്. ഞാനിപ്പോൾ ഇത് നടാനായിട്ട് ഒരു തണ്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മളൊരു ചെടിച്ചട്ടി എടുത്തിട്ട് അതിൽ ഒരല്പം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരല്പം എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലുപൊടി ഏറ്റവും നല്ലൊരു വളമാണ് പ്ലാന്റ്സിനൊക്കെ. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇനി ഒരല്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടിയും ഏറ്റവും നല്ലൊരു വളമാണ്. ചെടികളൊക്കെ പെട്ടെന്ന് വേര് പിടിക്കാനും പൂക്കളുണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ അടുത്ത ലെയർ മണ്ണിട്ട് കൊടുക്കുകയാണ്. ആ മണ്ണൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരല്പം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം, മണ്ണിന് ഒരു നനവ് വരാൻ വേണ്ടി. എന്നിട്ട് മണ്ണിൽ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു പ്ലാന്റിൻ്റെ തണ്ട് ഇതിലേക്ക് നട്ടു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുണ്ട്. നട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നനച്ച് കൊടുക്കണം. ഇനി തണലത്ത് എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം. നട്ട ചെടി വേര് പിടിക്കുമ്പോൾ ഈ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലേ ശിഖരം പൊട്ടുകയുള്ളൂ. നമ്മൾ നട്ടുകൊടുത്ത ചെടിക്ക് വേര് വന്നതിന് ശേഷം മാത്രം ഈ പച്ചചാണകം കലക്കിയ വെള്ളം ഒരു ചെറിയ കപ്പ് അളവിൽ വൈകിട്ട് മാത്രം ചൈനീസ് ബാൾസം ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കണം. പിന്നെ ഇതെല്ലാം നമ്മൾ ഇതേപോലെ നട്ടിട്ട് തണ്ട് നട്ട് വെച്ചിട്ട് തൈ ഉണ്ടാക്കി എടുത്തതാണ്. ഇതിനൊക്കെ നമ്മൾ ഈ ഒരു കെയറിങ് തന്നെയാണ് കൊടുക്കുന്നത്. എന്തായാലും ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓവറായിട്ട് വെയിൽ തട്ടുന്ന സ്ഥലത്ത് ഒരിക്കലും ബാൾസം ചെടി വെക്കരുത്. പെട്ടെന്ന് ഇലകളൊക്കെ വാടിപ്പോകും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.